ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ലഞ്ച് ബോക്സിൽ ഒട്ടുമിക്ക സമയത്തും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ പച്ചക്കായ എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഫേവററ്റ് ആക്കിയത് ഉമ്മ തന്നെയാണ് കേട്ടോ. ഇമ്മ എന്നോട് ചോദിക്കാതെയാണ് ഓരോ കൂട്ടാനും ലഞ്ച് ബോക്സിലാക്കൽ. എനിക്കത് ആ ഉച്ച സമയത്ത് എടുത്ത് തുറന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ വാഴക്കുപ്പേരി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചക്കായ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മത്തനും വെള്ളപ്പയറും വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ വെള്ളപ്പയറും പച്ചക്കായാണ് കേട്ടോ വെക്കുന്നത്. ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്. അപ്പോൾ പയറൊക്കെ വറുത്ത് റെഡിയാക്കി ഒന്ന് തണുപ്പൊക്കെ ആറിയതിന് ശേഷം കഴുകി കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ലേ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കായ അരിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ പോകാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് കറ പോകാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി. ഇനി കുക്കർ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പയർ ഏതാണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളത്തിലിട്ട പയറാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് കേട്ടോ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടെ. അപ്പോൾ അതേ വെന്ത പയറിലേക്ക് നമ്മൾ ഈ പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാടൊന്നും ഒഴിക്കരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇങ്ങനെ ലൂസായി പോകും. ഇതിങ്ങനെ ഒരു ഉപ്പേരി ടൈപ്പാണ്. അപ്പോൾ നമ്മൾ അത് ഒരൊറ്റ വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവും. പിന്നെ അതേ നമുക്ക് തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, മുളക്, കറിവേപ്പില കേട്ടോ. ചെറിയ ഉള്ളി എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഇപ്പോൾ വലിയ ഉള്ളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം അറിയാലോ ചെറിയ ഉള്ളി ഇല്ല. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി റെഡിയായി വന്നാൽ നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ് നല്ലൊരു അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ പച്ചക്കായ വെള്ളപ്പയർ കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.